അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ അഭിവന്ദനം അർപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, മഹാനായ ഇസ്മായിൽ ഷിഹാബുദ്ദീൻ തങ്ങൾ അഥവാ പാനൂർ തങ്ങൾ, അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഏതാനും കാര്യം എൻ്റെ സംസാരത്തിൻ്റെ പാർട്ട് 1 പറയുകയുണ്ടായി. തങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ തങ്ങളെ ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. കാലത്തിൻ കർട്ടൻ നീക്കി കഴിഞ്ഞുള്ള കാല സ്ക്രീനിൽ കാർത്തിക നക്ഷത്രം ഞാൻ കണ്ണിൽ കാണുന്നേ. കാലത്തിൻ കാറകത്തിൽ ഈലായി പോയി മറഞ്ഞേ. ഇസ്മായിൽ ഷിഹാബുദ്ദീൻ തങ്ങളെ ഇന്നേ. കാലത്തിൻ കാരകത്തിൻ കഴിഞ്ഞുള്ള കാല സ്ക്രീനിൽ കാർത്തിക നക്ഷത്രം ഞാൻ കണ്ണിൽ കാണുന്നേ. കാലത്തിൻ കാരകത്തിൽ ഈലായി പോയി മറഞ്ഞേ. ഇസ്മായിൽ ഷിഹാബുദ്ദീൻ തങ്ങളെ ഇന്നേ. സഹോദരങ്ങളെ, മഹാനായ പാനൂർ തങ്ങളെ സംബന്ധിച്ച് ധാരാളം ഞാൻ കേട്ടു. പല മഹാന്മാരെ സംബന്ധിച്ചും കേട്ടാൽ അദ്ദേഹവുമായിട്ട് കാണുവാൻ എന്തെന്നില്ലാത്ത ആഗ്രഹവും മോഹവും ദാഹവുമാണ് എനിക്ക്. അങ്ങനെ തങ്ങളെ സംബന്ധിച്ച് വളരെയധികം കേട്ടു. പക്ഷേ അദ്ദേഹവുമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് 1976 ഞാൻ ഉമ്മത്തൂർ സഖാഫത്തുൽ ഇസ്ലാം അറബി കോളേജിൽ അധ്യാപകനായി ചേർന്നപ്പോഴാണ്. അങ്ങനെ ഒരു ദിവസം വളരെ ഭയത്തോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും തങ്ങൾ പീടിക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുക്കലേക്ക് അവിടെ കയറി ചെന്നപ്പോൾ തങ്ങളുണ്ട് പള്ളിയുടെ പുറത്ത്. അവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ചെന്ന് സലാം ചൊല്ലി തങ്ങളുമായിട്ട് പരിചയപ്പെടുകയുണ്ടായി. അങ്ങനെ തങ്ങളുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. എനിക്ക് വളരെയധികം സന്തോഷം, ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമായിരുന്നു തങ്ങളുമായിട്ടുള്ള ആദ്യത്തെ കാഴ്ച. അങ്ങനെ തങ്ങൾ വേറെ ആരും അവിടെ ഇല്ല. തങ്ങൾ പറഞ്ഞ ഒരു വിദ്യാർത്ഥിനോട് 3 ചായ വേണം. അപ്പം ഞാൻ കരുതിയത് എന്തിനാ 3 ചായ? പക്ഷെ അദ്ദേഹത്തിനോടുള്ള ആ റെസ്പെക്ഷൻ, ബഹുമാനത്തിൻ്റെ പേരിൽ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു എന്തിനാ 3 ചായ, 1 തങ്ങൾക്ക് 1 എനിക്ക്. അങ്ങനെ ചായ കൊണ്ടുവന്നു. അപ്പോഴത്തിന് അതാ വേറെ 3ാമതൊരാൾ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ചായക്ക് കൊടുത്തു. അപ്പോൾ അത്രയ്ക്കും ദീർഘദൃഷ്ടിയുള്ള ഒരു മഹാനായ പാനൂർ തങ്ങൾ. അല്ല, 2 ആളുണ്ടെങ്കിൽ 2 ചായല്ലേ വേണ്ടു. അപ്പോൾ അത്രയ്ക്കും ദീർഘദൃഷ്ടിയുള്ള ഒരു മഹാൻ വ്യക്തിയാണെന്ന് അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ തങ്ങളുമായിട്ട് പല സംഗതികളും സംസാരിക്കുകയുണ്ടായി. സാധാരണ പ്രത്യേക വേഷമൊന്നുമില്ല തങ്ങൾ സാധാരണ ഡ്രസ്സ്, ഒരു ഉസ്താദിൻ്റെ ഡ്രസ്സ് എന്ന് പറയും, ഒരു പണ്ഡിതൻ്റെ ഡ്രസ്സ്, ഒരു തലയെക്കെട്ട് ഉണ്ടാവും. അതിങ്ങനെ അധികവും തലയിലൂടെ ഇങ്ങനെ സിദ്ധിൽ പോലെ ഇങ്ങനെ ഇടല, അല്ലെങ്കിൽ തലയെക്കെട്ട് കിട്ടും. അധികം അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ തങ്ങളുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഓരോ വാക്കിലും വളരെയധികം വിജ്ഞാനം ഉൾക്കൊള്ളുന്ന വാക്കുകളായിരുന്നു അത്. അങ്ങനെ അന്ന് തിരിച്ചുപോയി. പിന്നെയും എനിക്ക് വല്ലാത്ത ആഗ്രഹം തങ്ങളുമായിട്ട് കാണാൻ. അങ്ങനെ ഞാൻ പിന്നെ ഒരിക്കൽ വന്നപ്പോൾ
തങ്ങളുമായി കുറച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തിന് വേറെ ഒരു വ്യക്തി, ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം വന്ന ഉടനെ തങ്ങൾ ചോദിച്ചു, ഓഹോ ഞാൻ പറയുമ്പോഴത്തേന് എത്തിയല്ലോ എന്ന്. അപ്പോൾ വന്ന ആൾ പറഞ്ഞു, അല്ലെങ്കിൽ തങ്ങൾ തെറ്റൂലെന്ന്. പറഞ്ഞ ഉടനെ തന്നെ എത്തിയിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് ദേഷ്യം പിടിക്കില്ല. അപ്പോൾ തങ്ങൾ ചോദിച്ചു, അപ്പോൾ ഇത്ര മോശ സ്വഭാവക്കാരനാണ് ഞാൻ, എനിക്ക് സ്വഭാവം വളരെ മോശമാണ്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടാളും കുറച്ച് തിരിച്ച് അദ്ദേഹത്തിനെ വിളിക്കാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചു. അങ്ങനെ പിന്നെ ഒരിക്കലുള്ള ഞങ്ങൾ തമ്മിലുള്ള മീറ്റിംഗ് അതായിരുന്നു, തമ്മിലുള്ള കാഴ്ച. പിന്നെ അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും പലപ്പോഴും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ വൈകുന്നേരം തങ്ങളുടെ അടുക്കലേക്ക് വരും, കോളേജൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് പല കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ ഒരിക്കൽ ഞാൻ കോളേജിൽ വന്നപ്പോൾ തങ്ങളില്ല. അപ്പം എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാനിങ്ങനെ ആശിച്ച് ആഗ്രഹിച്ച് വന്നിട്ട് തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ പഠിച്ചവനെ. അപ്പോൾ അവിടുത്തെ കുട്ടികളോട് ഞാൻ ചോദിച്ചു, തങ്ങൾ ഇവിടെ ഇല്ലേ? ഇല്ല, തങ്ങൾ ഇവിടെ പോയി. തങ്ങൾ ഒരു കൂട്ടർ ഒരാൾ കാറിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് പോയത്? അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു പാനൂർക്കാണ് പോയത്, ചില കുട്ടികൾ പറഞ്ഞാൽ പാനൂരില്ല കൂത്തുപറമ്പ് ഭാഗത്തേക്കാണ് പോയതെന്ന് പറഞ്ഞു. ശരി, എപ്പോഴാണ് വരിക അതൊന്നും അറിയില്ല. അപ്പം ഞാനങ്ങനെ ഇവിടെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ തങ്ങളങ്ങനെ വന്നിരിക്കുന്നു. സലാക്കെ ചൊല്ലി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്, എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച്. ഞാൻ പറഞ്ഞു അവിടെ അന്വേഷിച്ചു കുട്ടികളോട്. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു കാറിൽ ഒരാൾ വന്നിട്ട് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. വേറെ ചില കുട്ടികൾ പറഞ്ഞങ്ങനെ എങ്ങോട്ടാണ് പോയത്? ചില കുട്ടികൾ പറഞ്ഞു പാനൂർ ഭാഗത്താണ് പോയത്, ചില കുട്ടികൾ പറഞ്ഞു കൂത്തുപറമ്പ് ഭാഗത്താണ് പോയത്. ഇങ്ങനെയൊക്കെയാണ് തങ്ങളെപ്പറ്റി അന്വേഷണം പറഞ്ഞത്. ഇത് സന്തോഷത്തോടെ കേട്ടിരുന്നിട്ട് തങ്ങൾ പറഞ്ഞു അതെല്ലാം ശരിയാണ്, എൻ്റെ വിദ്യാർത്ഥികൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. വിദ്യാർത്ഥികളെ വളരെ സ്നേഹിക്കുന്ന തങ്ങളാണ്. എല്ലാം ശരിയാണ്. അതായത് ഒരാളൊരു കാറ് കൊടുത്തയച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഡ്രൈവിങ് പഠിക്കാം. അങ്ങനെ ഞാൻ പാനൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതാണ് കുട്ടികൾ പറഞ്ഞത്, കാറും കൊണ്ട് ഒരാൾ വന്നു, അങ്ങനെ അങ്ങോട്ടാണ് പോയെന്ന് ഇങ്ങോട്ടാണ് പോയത്. എല്ലാം ശരി തന്നെയാണ്. ഇതൊക്കെയാണ് തങ്ങളെ. ഇങ്ങനെയുള്ള മഹത്തുക്കൾ വളരെ ചുരുക്കേ കാണാൻ കഴിയുള്ളൂ. ഇവിടെ മദ്രാസിൽ ഉണ്ടായിരുന്നു, അതായത് വലിയൊരു ബാക്കിയാത്ത സാലിഹാത്തിൽ ഒരു പ്രിൻസിപ്പാൾ, പഴയകാല പ്രിൻസിപ്പാളാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ പല വ്യക്തികളായിട്ട് പരിചയം. അവിടെ സിബത്തുള്ള ബഖ്തിയാരി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കാലം മുമ്പ് അവിടെ പ്രിൻസിപ്പളായ ആളാണ്, സിബത്തുള്ള ബഖ്തിയാരി. ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി പോയിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അയാളുടെ ആ കോലം. അദ്ദേഹം കുറേ താടി നീട്ടി വളർത്തിയ ആളാണ്. തലയിലെ മുടിയോ അത് തോളും കഴിഞ്ഞിട്ട് താഴത്തെ കുറേ ഇങ്ങോട്ട് എത്തിയാണ്. അത്ര ഭയങ്കര തലയിലെ മുടിയാണ്, ഒക്കെ നരച്ചിട്ടുണ്ട്. അങ്ങനെ 1 2 നീളക്കുപ്പായോ ഇട്ടിട്ടുണ്ട്. ആ കൂടെ ഒരു വലിയൊരു രൂപം, അദ്ദേഹത്തിൻ്റെ താടിയും അദ്ദേഹത്തിൻ്റെ മീശയും അദ്ദേഹത്തിൻ്റെ തലയിൽ ഉള്ള ആ നീളമുള്ള മുടിയും എല്ലാം കൂടി ഒരു ഭയങ്കര ഒരു രൂപം തന്നെ, ഹായിബത്തുണ്ട് നല്ല. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചത്, ഞാൻ നിങ്ങളെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ അബുൽ-അല മൗദൂദിയുടെ ശിഷ്യനാണ്. ആര് പറഞ്ഞത്? ഞാൻ അയാളുടെ ഉപദേഷ്ടാവായിരുന്നു. കുറച്ച് ശക്തി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. എന്നിട്ടങ്ങ് തുടങ്ങി. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന, അങ്ങനെ അതിലും എത്രയോ പണ്ഡിതന്മാരുണ്ടായിരുന്നു ധാരാളം. ഈ മൗദൂദി എന്ന് പറയുന്ന അബുൽ-അല മൗദൂദി നല്ല പ്രവർത്തകനും മറ്റൊക്കെയാണ്, നല്ല വാക്ചാതുര്യമുള്ള ആൾ, പ്രവർത്തകനാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് പക്ഷേ എന്തെങ്കിലും മസ്അലകളോ കാര്യങ്ങളോ അതുപോലെയുള്ള ദീനിൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചാൽ അത് പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക് എന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറും. അങ്ങനെ ജനങ്ങൾക്ക്, ലോകത്തുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടി സംഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുത്തതാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ സ്വന്തം മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞു, ഞങ്ങളെ സംഘടനയില്ല, അങ്ങനെ നിങ്ങൾ പറയരുത്, സ്വന്തമായിട്ട് പറയരുത്, ഇതുവരെ പറഞ്ഞ പോലെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. പക്ഷെ അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം സ്വന്തമായിട്ട് അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ പല വ്യക്തികളും ഒഴിഞ്ഞു. അബു ഹസൻ അലി നദ്വി
ഒഴിഞ്ഞു പോയി. അങ്ങനെ പല പണ്ഡിതന്മാരും ഒഴിഞ്ഞു. പക്ഷേ ഞാൻ ഒഴിഞ്ഞില്ല. ഞാൻ എൻ്റെ സുഹൃത്തിന് അങ്ങനെ തന്നെ സുഹൃത്തിൻ്റെ കൂടെ കൂടി. അങ്ങനെ 1-2 വർഷം ഞാൻ നിന്നു. പിന്നെ അഖീറം ഫർഖ്തു ഹബീബി എന്ന് പറഞ്ഞു. അപ്പം ചിലപ്പോൾ അദ്ദേഹം അറബിയിൽ പറയും, കുറേ കഴിയുമ്പോൾ ഉറുദുവിലാവും. അങ്ങനെ പല ഭാഷയിലൂടെ സഞ്ചരിക്കും ഭക്തേരി. അഖീറം ഫർഖ്തു ഹബീബി, അവസാനം ഞാൻ എൻ്റെ സുഹൃത്തിനെ ഞാനും വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നോട് വളരെ പറഞ്ഞു. അദ്ദേഹം കുട്ടികളോടൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ്. ഒരു ദിവസം കോളേജിൽ വന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ എല്ലാവരും വരണമെന്ന് കണക്കുണ്ട്. അപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ഓടി വന്നിട്ട് എനിക്ക് ഗേറ്റ് തുറന്നു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല വേണ്ട, സമയം കഴിഞ്ഞില്ലേ. അല്ല, ഉസ്താദ് കയറി, ഉസ്താദ് പ്രിൻസിപ്പൾ ഉസ്താദ് വരണം. ഇല്ല, നിയമം എല്ലാവർക്കും കണക്ക് തന്നെ എന്ന്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നോട് ഒരിക്കൽ പറഞ്ഞ സംഭവമാണിത്. നിയമം എല്ലാവർക്കും കണക്ക് തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോളേജിൽ വന്നില്ല, അന്ന് തിരിച്ചു പോവുക ചെയ്തു. അത്ര വലിയ മഹാനാണ് സിബത്തുള്ള ഭക്തിയായി. അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം മറ്റു റൂമിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ ബാഗും മറ്റൊക്കെ ധാരാളമുണ്ട്, അതെല്ലാം കൈ പിടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് വാങ്ങി കൈ പിടിച്ചുകൂടെ? അതൊന്നും തരൂല. അദ്ദേഹം ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് സേവനം ചെയ്യിക്കില്ല. അങ്ങനെ ഒരു സൂഫിയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. എന്നാലും വിഷമമുണ്ടല്ലോ, പ്രായമുള്ള സമയത്ത് ഈ കെട്ടും പറ്റിയായിട്ട് മുമ്പോട്ട് നീങ്ങുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാനെടുക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് തള്ളി. അപ്പം അത്ര വലിയ ലളിതമായ സ്വഭാവമുള്ള മഹാപണ്ഡിതനായിരുന്നു, ലോകം മുഴുവൻ അറിയപ്പെടുന്ന സിബത്തുള്ള ഭക്തിയാരി. അദ്ദേഹം മരണപ്പെട്ടു പോയി, കുറേ കൊല്ലമായി മരിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള സ്വഭാവമുള്ളതായ പണ്ഡിതന്മാരെ വളരെ കുറച്ചേ കാണാൻ കഴിയുള്ളൂ. അപാരമായ പാണ്ഡിത്യം. എന്നാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ പാനൂർ തങ്ങളുടെ പാണ്ഡിത്യം വളരെ കൂടുതലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, പ്രത്യേകമായ സ്വഭാവമാണ്, വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ് തങ്ങൾ. ലളിതമോഹനമായ പെരുമാറ്റമാണ്, പലതുകൊണ്ടും അത്ഭുതമാണ്. ഇതുപോലെ ചില മഹാന്മാരെ സംബന്ധിച്ച്, ചില പണ്ഡിതന്മാരെ സംബന്ധിച്ചൊക്കെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാരുടെ സ്വഭാവം: ക്ഷമാദയാ സാധു ജനോപകാരം, സ്വഭാവ നൈർമല്യമുദാരശീലം, അഹിംസ ഇത്യാദി ഗുണങ്ങളുള്ളോർ മഹീതലം തന്നിലതീവ ധന്യർ. ക്ഷമാദയാ സാധു ജനോപകാരം, സ്വഭാവ നൈർമല്യമുദാരശീലം, അഹിംസ ഇത്യാദി ഗുണങ്ങളുള്ളോർ മഹീതലം തന്നിലതീവ ധന്യർ. അപ്പം തങ്ങളെ ആയിട്ട് അടുത്ത് പോയി സംസാരിക്കുമ്പോഴും മറ്റും എനിക്ക് അതെന്നെ തോന്നുക, അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമ. അതുപോലെ ക്ഷമ, ദയാ, സാധു ജനോപകാരം, ജനങ്ങൾക്ക് അദ്ദേഹം ചെയ്യുന്ന എത്രയോ ഉപകാരം. സ്വഭാവ നൈർമല്യമുദാരശീലം, നല്ല നിർമ്മലമായ, നല്ല പരിശുദ്ധമായ ഒരു തരം സ്വഭാവം, സൽസ്വഭാവം. അഹിംസ ഇത്യാദി ഗുണങ്ങളുള്ളോർ മഹീതലം തന്നിലതീവ ധന്യർ. അവർ ഭൂമിലോകത്ത് വളരെ ധന്യരാണ്. മനസ്സിലായ? ഇങ്ങനെ പല മഹാന്മാരുടെ വിശിഷ്ട ഗുണങ്ങൾ എല്ലാം സമഞ്ജസമായി സമന്വയിപ്പിച്ചതിൻ്റെ പ്രതീകമായിരുന്നു, ഒരു രൂപമായിരുന്നു മഹാനായ പാനൂർ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, അദ്ദേഹം എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയതിൽ തഫ്സീറാണ് വളരെ വലുത്. അതായത് പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടികൾ ദർസുകൾ പഠിക്കുന്ന ജലാലീനി എന്ന് പറയുന്ന തഫ്സീറിൻ്റെ ഒരു ഹാമിഷായും കൊണ്ടാണ് എഴുതിയതെങ്കിലും 7 വാള്യത്തിലായിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ പറയാത്തൊരു സംഭവം തന്നെ ഇല്ല എന്ന് പറയാം. അതിൽ പറയാത്ത ഒരു സംഭവം തന്നെ ഇല്ല, എല്ലാം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടാണ് അങ്ങനെ, ബോട്ടണിയാണ് അങ്ങനെ, സോളജിയാണ് അങ്ങനെ, എന്തെല്ലാം ശാസ്ത്രങ്ങൾ, എന്തെല്ലാം ചരിത്രങ്ങൾ, ഏതെല്ലാം ജനങ്ങളെ സംബന്ധിച്ച് എല്ലാം അദ്ദേഹം അതിൽ പ്രതിപാദിച്ചതായിട്ട് നമുക്ക്. അദ്ദേഹത്തിൻ്റെ തഫ്സീർ
ചിലപ്പോൾ ഞാനിങ്ങനെ പല സ്ഥലത്ത് സൂക്ഷിച്ച് വായിച്ചു നോക്കും, ചില സ്ഥലത്ത് സ്പീഡിൽ വായിച്ചു നോക്കും. അപ്പോൾ ഏതാനും പേജുകളിൽ കണ്ടു ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു ഒന്നിനും ഒഴിവാക്കിയിട്ടില്ല. ശ്രീകൃഷ്ണൻ നമ്മൾക്കൊക്കെ അറിയുന്നില്ലേ, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു മഹാനാണ്. ഏത് കാലത്താണെന്നൊന്നും നമുക്കറിയില്ല, ചിലവർ 12,000 വർഷം മുമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എല്ലാവർക്കും ബഹുമാനമുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഹോദര സമുദായമായ ഹിന്ദുക്കൾക്ക് വളരെയധികം ബഹുമാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് ബ്രാഹ്മൺസിൻ്റെ ചിന്തകൾ, അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ പേര്, അതുപോലെ ഈസാ നബിയെപ്പറ്റി, യേശുക്രിസ്തുവിനെ പറ്റി ക്രിസ്ത്യാനികളുടെ ചിന്താഗതികൾ, ശ്രീബുദ്ധനെ സംബന്ധിച്ചുള്ള ചിന്താഗതികൾ എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ പറ്റി നമ്മൾക്കൊക്കെ ചെറിയ കുട്ടിയായ കാലത്ത് പഠിക്കുന്നതല്ലേ. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞല്ലോ, കാട്ടിലേക്ക് ആടിനെ മേക്കാൻ വേണ്ടിയിട്ട്, കാലികളെ മേക്കാൻ പോയപ്പോൾ നേരം വയ്യപ്പോൾ എന്മാകേനെന്ത് പോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നേലെ ഇന്നേരം വന്നാലല്ലോ കാലികൾ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളി താരച്ചില്ലല്ലേ. മനസ്സിലായോ? അപ്പം എന്മാകേനെന്ത് പോൽ വാരാഞ്ഞു തോഴി ചൊല്ലിന്നേലെ ഇന്നേരം വന്നാലല്ലോ കാലികൾ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളി താരച്ചില്ലല്ലോ. പഴം പക്കം കൈകാനി കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ട് അനേരം തന്നിലെ വീണനുതാം. വല്ല പഴങ്ങൾ പറിക്കാൻ വേണ്ടി മരത്തിലിട്ട് കയറിയപ്പോൾ വീണോ തോഴി, ഇനി ഒന്ന് പറയൂ അദ്ദേഹം, എൻ്റെ മോനെന്താ വരാത്തത് എന്ന്. പഴയ കാലത്ത് ഓർമ്മ എടുത്ത് ചെല്ലിയതാണ്, മുഴുവനൊന്നും ഓർമ്മയില്ല. അപ്പോൾ അത്രയ്ക്കും എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ദൈവമായിട്ടൊന്നും വിശ്വസിക്കില്ല. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയായിരുന്നു എന്ന് വിശ്വസിക്കുകയുള്ളൂ. അതിന് കാരണം അപജാനന്ദിവാ മൂഢാമാനുഷീതനുമാശ്രിതം പരംഭാവമജാനന്ദോ മഭൂത മഹേശ്വരം. അവജാനന്ദിവാ മൂഢാമാനുഷീ പരമാശ്രിതം പരംഭാവമജാനന്ദോ മഭൂത മഹേശ്വരം. ദൈവമായ ഞാൻ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇസ്ലാമിൻ്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിൽ മാത്രം, ഏകനായ അള്ളാഹുവിൽ മാത്രമേ നമ്മൾ ദൈവമായിട്ട് മനസ്സിലാക്കുള്ളൂ, അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. മറ്റുള്ളവരൊക്കെ നമ്മൾ ബഹുമാനിക്കും എന്ന് മാത്രം. എല്ലാവരോടും വളരെ ബഹുമാനം നാം കാണിക്കുന്നു, പക്ഷേ എല്ലാവരെയും എന്താകില്ല, ഈശ്വരനായിട്ടോ ദൈവമായിട്ടോ കരുതില്ല. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ദൈവമായിട്ട് കരുതുള്ളൂ. ബാക്കി എല്ലാ നേതാക്കന്മാരെയും, പിന്നെ അമ്പിയാക്കന്മാർ എല്ലാം കൊണ്ട് വിശ്വസിച്ചെങ്കിൽ, ഈസാ നബിയും മൂസാ നബിയും എല്ലാ നബിമാരെ കൊണ്ട് വിശ്വസിച്ചെങ്കിൽ ഒരാൾ മുസ്ലിം തന്നെ ആവുള്ളൂ. അവരെ ബഹുമാനിക്കേണ്ടവർക്ക് ബഹുമാനിക്കുകയും ചെയ്യണം, എല്ലാം ചെയ്യണം. അങ്ങനെയാണല്ലോ പരിശുദ്ധ ഇസ്ലാം. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ മഹാനായ തങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ബ്രാഹ്മൺസിൻ്റെ വിശ്വാസങ്ങളെ സംബന്ധിച്ച്, അഥവാ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രീ ബുദ്ധനെ സംബന്ധിച്ച് ഉള്ള വിശ്വാസങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം, അഥവാ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളെ സംബന്ധിച്ചും മറ്റും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ അദ്ദേഹം പറയാത്തതൊന്നുമില്ല. ഈ എല്ലാ അനവധി കാര്യങ്ങൾ അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ. അത്ഭുതപ്പെട്ടു തഫ്സീർ കണ്ട ഒരു സ്ഥലത്ത്, അതായത് മൂസാ നബിയോട് തൻ്റെ അനുയായികൾ പറയുകയുണ്ടായല്ലോ, ഭക്ഷണത്തിനും മറ്റും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് കട്ടിത്തേനും പിന്നെ അത് കാടപ്പക്ഷിനൊക്കെ നൽകുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പോരാ, ഞങ്ങൾക്ക് തരേണ്ടത് പച്ചക്കറിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പച്ചക്കറികൾ കിസ്തായ ഭൂമിഹ അതസിഹ വബസിലിഹ എന്നൊക്കെ പറഞ്ഞില്ലേ. ചീര വേണം, ഞങ്ങൾക്ക് കക്കിരി വേണം, ഗോതമ്പ് വേണം, പയർ വേണം, ഉള്ളി വേണം, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങൾ അധമമായി, പിന്നെ നിങ്ങൾ നല്ല നല്ല മുന്തിയത് നിങ്ങൾക്ക് ഇറക്കി തന്നപ്പോൾ അധമമായതാണോ നിങ്ങൾ ചോദിക്കുന്നത്, താണതാണോ ചോദിക്കുന്നത്? അപ്പോൾ അവർ അങ്ങനെ തന്നെ, അവർക്ക് അതാണ് പച്ചക്കറിയായിട്ടുണ്ട്.
എന്നത് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഫഇസ്തിഅമാലുൽ ലഹ്മി ഹീന വൽ ഖദറവാത്തി ഹീന വൽ ഫവാക്കിഹു ഹീന ഹുവ അസ്ലഹു ലിന്നഫ്സി. അദ്ദേഹം പറയുന്നു അപ്പോൾ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കണം? ഫഇസ്തിഅമാലുൽ ലഹ്മി ഹീന, ചിലപ്പോഴൊക്കെ നമ്മൾ മാംസം ഉപയോഗിക്കണം. വൽ ഖദറവാത്തി ഹീന, ചിലപ്പോൾ പച്ചക്കറികൾ ഉപയോഗിക്കണം. വൽ ഫവാക്കിഹു ഹീന, ചിലപ്പോഴൊക്കെ നമ്മൾ ഫ്രൂട്ട്സുകൾ കഴിക്കണം. ഹുവ അസ്ലഹു ലിന്നഫ്സി. ഇങ്ങനെ വ്യത്യസ്ത ഡിഫറൻസ് കൈൻഡ്സ് ഓഫ് ഫുഡ്, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകളായിട്ടും മാംസമായിട്ടും പച്ചക്കറികളായിട്ടും ഇതൊക്കെ കഴിക്കലാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അന്ന, എന്നിട്ട് അദ്ദേഹം പറയുന്നു അന്ന, ഇനി അത് ചുരുക്കുകയാണെങ്കിൽ അല വാഹിദിൻ ഫലൽ ലുഹവും, എന്നാൽ മാംസത്തിലേക്ക് ചുരുക്കലാണ് നല്ലത്. ലിഅന്നഹു അഫ്ളലു തആം, അതാണ് ഭക്ഷണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന്. അത്തസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയണം. ഈ തഫ്സീർ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും പരിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതവും കാര്യങ്ങളും നിഷ്പക്ഷമായ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായെടുത്തോളം അറബി ഭാഷ പഠിച്ചേ തീരൂ. അറബിയിലൂടെ തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഖുർആനും മറ്റു ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ള ഭാഷ ലോകത്ത് ആയിരക്കണക്കിനുണ്ടെങ്കിലും അറബി ഭാഷയാണ് സെലക്ട് ചെയ്തത്. അതിന് പല കാരണങ്ങളുണ്ട്. അത് അറബി ഭാഷ പഠിച്ചെങ്കിലും മനസ്സിലാവും. നിരവധി ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ട് അവർ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. മർമഡാക്ക് പിത്തൾ അമേരിക്കക്കാരനാണ്. മർമഡാക്ക് പിത്തൽ അദ്ദേഹം എംബ്രൈസ്ഡ് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഖുർആൻ്റെ പരിഭാഷ എഴുതുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കുല്ലും ഫി ഫലക്കി യസ്ബഹുൻ, എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ. എന്താ ഞാനിവിടെ പറയേണ്ടത്? യസ്ബഹുൻ എന്താ അതിനർത്ഥം പറയണം? എനിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം സ്വീം എന്ന അർത്ഥത്തിൽ നീന്തുക എന്ന് വെക്കാം. പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ചലിക്കുമ്പോഴേ അത് പലതരത്തിലുള്ള ചലനമുണ്ട്. ഒരാൾ പിടിച്ചു വലിച്ചുള്ള ചലനമുണ്ട്, ബാക്കിൽ നിന്നൊരു പവർ ഉന്തിയാലുള്ള ചലനമുണ്ട്, പല തരത്തിലുള്ള ചലനമുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ നിലത്ത് അതിൻ്റെ കാല് വെച്ച് നടക്കില്ലേ, അല്ലെങ്കിൽ ചക്രം കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഏതായാലും ഭൂമിയിലൂടെ അതിനടിയിൽ ഒരു ഫ്ലോർ വേണ്ടേ? ഇതൊന്നുമില്ല. അപ്പോൾ എന്താ പറയേണ്ടത്? ഇനി നീന്തുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിലില്ലേ നീന്തൽ? ഏതായാലും അദ്ദേഹം പറയുന്നുണ്ട്, എന്നാൽ പിന്നെ തൽക്കാലം ഒരു നീന്തുക എന്ന് പറഞ്ഞ് ഒപ്പിക്കാമെന്ന്. അപ്പോൾ അറബി ഭാഷ അത്രയ്ക്കും വേഡ്സുകളുടെ ഒരു സമുദ്രമാണ്. അതിനനുയോജ്യമായ അറബിയിലുള്ള ഓരോ പദത്തിന് യോജിച്ചതായ വേർഡ് മറ്റേ ഭാഷയിൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ ആ ഉള്ള കൂട്ടത്തിൽ വെച്ച് ഏതെങ്കിലും ഏകദേശം യോജിക്കുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ ചെയ്യുക. അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഖുർആനിൻ്റെ അമാനുഷികതയിൽ നിന്ന് എത്രയോ പുറകോട്ട് പോകും. അത് അറബി ഭാഷയും അതിൻ്റെ പ്രത്യേകതയും വളരെയധികം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അറബിയിൽ പറയണമെങ്കിൽ, അറബിയിലെ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഖുർആനിൻ്റെ അമാനുഷികത്വം തിരിച്ചറിയണമെങ്കിൽ അറബി ഭാഷയിലൂടെ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു തമിഴ് പരിഭാഷയോ മലയാള പരിഭാഷയോ ഹിന്ദി പരിഭാഷയോ മറ്റേതെങ്കിലും പരിഭാഷ വായിച്ചാലൊന്നും തീരെ മനസ്സിലാവില്ല. ഒരു സാധാരണ ഒരു ഗ്രന്ഥമൊന്നേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇത് പടച്ചവൻ ഇറക്കിയ ഗ്രന്ഥമാണ്, ഇപ്പം അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് എന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലായെങ്കിൽ അറബി ഭാഷ പഠിച്ചെങ്കിലേ തിരിയുള്ളൂ, യാതൊരു സംശയമില്ല. ചിലവർ പറയലില്ല. കാരണം അങ്ങനെയുള്ളൊരു പ്രത്യേകത ആ ഭാഷക്കുണ്ട് എന്നതാണ് അതിന് കാരണം. ഏതായാലും മഹാനായ തങ്ങളവറുകൾ അങ്ങനെ വെറും ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല ആകാശത്തെ അന്തരീക്ഷത്തെ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അതിനെ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. 1400 വർഷങ്ങൾക്കപ്പുറമാണ് പറഞ്ഞത് ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എക്സ്പെൻഷൻ ഈ തിയറി ഉണ്ടല്ലോ, അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള തിയറി അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത്, വളരെ കൂടുതലൊന്നും ആയിട്ടില്ല. അപ്പോൾ എക്സ്പെൻഷൻ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ ഈ
വികസനവാദം അടുത്ത കാലത്ത് കണ്ടുപിടിച്ചെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വികാസവാദം വന്നതോടുകൂടിയാണ് നിരീശ്വരവാദികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായത്. അതെന്താ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? വികസനവാദം വന്നാൽ അല്ലതല്ലേ ശാസ്ത്രീയമായിട്ടുള്ളത്? അല്ല, ലോകം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാളെ ലോകത്തിന് ഇന്നുള്ളതിനേക്കാളും വിശാലത കൂടും. അടുത്ത ദിവസം വിശാലത പിന്നെയും വർദ്ധിക്കും, പിന്നെയും വർദ്ധിക്കും, പിന്നെയും വർദ്ധിക്കും. അപ്പം 10 ദിവസം മുമ്പ് ഇതിൻ്റെ വിശാലത കുറവായിരിക്കും, പറയാൻ കഴിയില്ല, അത്ര കുറച്ച് കുറവായിരിക്കും. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ഈ ലോകമൊട്ടാകെ ഉണ്ടാവില്ല. ശാസ്ത്രന്മാർ ധാരാളം പറയുന്നുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ അളന്നു നോക്കിയാൽ ധാരാളം വ്യത്യാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ അത്ര വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഒരു 100 കൊല്ലോ 500 കൊല്ലോ 1000 കൊല്ലോ മുമ്പ് ഇത്ര ഒരു നക്ഷത്രവും മറ്റേ നക്ഷത്രം തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്തായിരുന്നു. ഇപ്പം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രപഞ്ചം വികസിക്കുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10,000-ഓ ലക്ഷമോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എത്രയോ കോടാന കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോയിന്റ് എന്ന് പറയുക. അവിടെ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും ഉണ്ടാവില്ലോ. എങ്ങനെ ഉണ്ടായി? ഒന്നുമില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ വികാസവാദം യുക്തിവാദികൾക്കും നിരീശ്വരവാദികളുടെയും ആശയത്തിനെ കത്തിവെക്കുന്ന ഒരു തിയറിയാണ്. അപ്പോൾ എന്നാൽ ഇത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചൊന്നല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വികാസവാദത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി മഹാനായ തങ്ങൾ വളരെയധികം വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇതൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. ധാരാളം നമുക്ക് പഠിക്കണം എന്ന് ശക്തിയായ ആഗ്രഹം ഉണ്ടാവണം. അല്ലാതെ ആദ്യം എന്തോന്ന് മനസ്സിലാക്കി വെച്ച് അതിൽ തന്നെ തൂങ്ങി നിന്നാൽ അവന് നന്നാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു അക്രമ സ്വഭാവം ഉണ്ടാകാതെ ഒരു ടെൻഡൻസി ഉണ്ടാവും, ഒരു വില്ലിങ് ഉണ്ടാവണം എന്ത് പഠിക്കാനുള്ള. ഏതും കുറഞ്ഞ കാര്യം പഠിച്ചാൽ പോരാ, എല്ലാ കാര്യങ്ങളും കഴിയുന്നിടത്തോളം പഠിക്കണം. ഒരു കവി പറഞ്ഞു, बिगड़ती है जिस वक्त जालिम की नीयत नहीं काम आती दलील और हुज्जत बिगड़ती है जिस वक्त जालिम की नीयत नहीं काम आती दलील और हुज्जत അക്രമിയുടെ ചിന്താശക്തി ദുഷിച്ച് മലീമസമായിരിക്കുമ്പോൾ സത്യമായ രേഖകൾ പോലും നിഷ്പ്രഭങ്ങളത്രേ. അവൻ എത്ര തെളിവുകൾ പറഞ്ഞു കൊടുത്താലും അവനിക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പം ഇത് അറിയണം എന്നുള്ള ഒരു ടെൻഡൻസി, ഒരു ആഗ്രഹം, ഒരു മോഹം, ഒരു ദാഹം, അതിനൊരു ജിജ്ഞാസ ഉണ്ടായിരിക്കണം. ഇതൊക്കെ പഠിക്കണം. ഒന്ന് പഠിച്ചാൽ പോരാ, അതും പഠിക്കണം, ഇതും പഠിക്കണം, അതും പഠിക്കണം, ഇതും പഠിക്കണം. അങ്ങനെ ഭൂമിയെ സംബന്ധിച്ച് മാത്രം പഠിച്ചാൽ പോരാ, ഭൂമിയെ സംബന്ധിച്ചും അതിൻ്റെ അപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ സംബന്ധിച്ചും അവിടെ വെച്ചും അവസാനിപ്പിക്കരുത്. ഒരു കവിയുടെ വാക്ക് പറയുകയാണെങ്കിൽ, സിതാരോം സേ ആഗേ जहाँ और भी है अब इश्क के इम्तिहान और भी है. സിതാരോം സേ ആകെ നക്ഷത്രങ്ങൾക്കപ്പുറവും ജഹാ ഓർ ബി ഹേ വേറെയും ലോകമുണ്ട്. അബി ഇഷ്ക് കേ ഇംതിഹാൻ ഓർ ബി ഹേ അവിടെയും സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നു. തഹി ജിന്ദഗി സേ नहीं ये फज़ाए तही जिंदगी से नहीं ये फज़ाए यहाँ सैकड़ों का रवानूर भी है तही जिंदगी से नहीं ये फज़ाए. അതുപോലെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഈ ഒരു ശൂന്യാകാശം ഒഴിയുന്നില്ല. യഹാം സൈക്കടോം ഇവിടെ 100 കണക്കിന് കാറുവാനൂറ് ബിഹേ വേറെയും യാത്രാ സംഘമുണ്ട്. അപ്പുറത്തെന്താ ഉള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നക്ഷത്രങ്ങൾ, അതിൻ്റെ അപ്പുറത്തെന്ത്, അതിൻ്റെ അപ്പുറത്തുള്ള അങ്ങനെ പോകണം. അപ്പോൾ പല വിജ്ഞാനങ്ങളും കിട്ടും. അതല്ലേ ആചാര്യ ചന്ദ്രബോസ് പറഞ്ഞില്ലേ, ഈ സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അയാളെ വളരെ പരിഹസിച്ചു. മനസ്സിലായോ? അന്ന് അതുപോലെ ഈ റേഡിയോ കണ്ടുപിടിച്ചതും ആചാര്യ ചന്ദ്രബോസ്, അല്ലാതെ മറ്റേ മാർക്കോണിയൊന്നുമല്ല. ഹിന്ദി ചരിത്രം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. മാർക്കോണി അംഗ്രേസിയോനെ के कारण उनके नाम फैल गया,
ഈ മാർക്കോണി ഇംഗ്ലീഷുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പരന്നു. ആചാര്യചന്ദ്ര ബസു ഭാരതീയ ഹോനയ്ക്ക് കാരണം ഉൻകാ നാം നെയ് പയലുക. അദ്ദേഹത്തിൻ്റെ അയാൾ ഭാരതീയനായതുകൊണ്ട് ഇന്ത്യക്കാരനാണ് ചന്ദ്രബസു ആയതുകൊണ്ട് അയാളെ പേര് വരുന്നില്ല. മനസ്സിലായി? അപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു തത്വമായിരുന്നു ഈ സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്. അപ്പോൾ അതിന് പല ആളുകളും പരീക്ഷിച്ചു. അതൊന്ന് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ചില വസ്തുക്കൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അക്കാലത്ത് ജനങ്ങളെയും ശാസ്ത്രന്മാരെയൊക്കെ ക്ഷണിച്ചിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അതിൻ്റെ ചില സാധനങ്ങൾ ടൂട്ടുകയാണ്, പൊട്ടിപ്പോയി. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു, കണ്ട ആൾക്ക് അഭിനയിച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമായി. കുറച്ചു കാലം കഴിഞ്ഞ് ആ ഉപകരണങ്ങളൊക്കെ ഇൻസ്ട്രുമെൻസൊക്കെ നന്നാക്കി വീണ്ടും കാണിച്ചു കൊടുത്തപ്പോൾ വൈജ്ഞാനികോനെ അപ്പനെ ദാന്തോക്ക് ഉഗ്ലിമേ ദബായ പറയും. അതായത് ഈ പല്ലുമ്മൽ വിരലമർത്തി അമ്പരന്ന് നിന്ന് പോയി എന്നാണ് ഹിന്ദി ചരിത്രത്തിൽ പറയുന്നത്. അത്രയ്ക്കും ആളുകൾക്ക് മനസ്സിലായി. എന്നാൽ അതും ഖുർആനിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിൽ യുസബ്ബിഹു ലില്ലാഹി അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നു, മാ ഫിസ്സമാവാതി വൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലുള്ള സർവ്വ സാധനങ്ങളും, സർവ്വവും സസ്യവും ജീവനും ഒക്കെ, എല്ലാ ചെടികളും സസ്യങ്ങളും ഒക്കെ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവനുണ്ടെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ. അപ്പം ഇങ്ങനെ ഓരോ ബോട്ടണി മാത്രമല്ല, സസ്യശാസ്ത്രം മാത്രമല്ല, ബയോളജി മാത്രമല്ല, ഈ പിന്നെ ഓക്സിജനെ സംബന്ധിച്ചൊക്കെ ധാരാളം തങ്ങളുടെ തഫ്സീറിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അങ്ങനെ പഠിക്കാനുള്ള അങ്ങേറ്റ ആഗ്രഹം ഉണ്ടെങ്കിലാണ് ഈ പിന്നെ ഒയ്രിയത്തൊക്കെ പറഞ്ഞത് ഇക്ബാർ ഫിറൂഡാദെ എന്ന് പറഞ്ഞില്ലേ, ഈ അന്യത്വം എന്നുള്ളത് മാറ്റുക. ചിലവരുണ്ട് അറബി അത് മുസ്ലിങ്ങളെ ഭാഷ, സംസ്കൃതം ഹിന്ദുക്കളെ ഭാഷ, ഇംഗ്ലീഷുകാരുടെ ഭാഷ ഏത്, അല്ല മറ്റേ ബ്രിട്ടീഷുകാരുടെ ഭാഷ ഇംഗ്ലീഷ്, അങ്ങനെയൊന്നുമല്ല. ഈ ഭാഷകളിലൊക്കെ ധാരാളം വിജ്ഞാനം എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പല ഭാഷകളും മനസ്സിലാക്കുക. അപ്പം ധാരാളം വിജ്ഞാനങ്ങൾ നമുക്ക് പല ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സർവ്വ വിജ്ഞാനം കഴിയുന്നിടത്തോളം ഭാഷകൾ നമ്മൾ പഠിക്കണം. അല്ലാതിരുന്ന അറബി പഠിച്ചതേ നമുക്കറിയുള്ളൂ. ചിലപ്പോൾ നമ്മൾ നല്ലോണം ചിന്തിക്കായിട്ട് നമുക്ക് നല്ലൊരു തലവേദനയോ മറ്റോ വന്നാൽ ഒരു ഗുളിക, ഈ ഗുളിക ആരാ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ, എന്നാ എനിക്ക് വേണ്ട എന്നാരും പറയില്ല. ഈ ഗുളിക മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയതാ, എന്നാ വേണ്ട എന്ന് പറയില്ല. ഇത് ഹിന്ദുക്കൾ ഉണ്ടാക്കിയ വേണ്ട എന്ന് പറയില്ല. കാരണം അവിടെ ആരുണ്ടാക്കി എന്നല്ല നോക്കുന്നത്, ഇവൻ്റെ വേദന മാറുക എന്നല്ല. അപ്പോൾ അങ്ങനെ ശ്രമം നടത്തുമ്പോൾ ഇവിടെയുള്ള എത്രയോ ശാസ്ത്രജ്ഞന്മാരും പല വ്യക്തികളും പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ജാതിയും മതവും ഇതൊന്നും നോക്കിയിട്ടല്ല. ഇനി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ വളരെ പരീക്ഷിച്ച് നമുക്ക് കാണാം. പിന്നെ അബുഖറാത്ത് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ഒരു കിതാബുണ്ട്, ദൈലുത്തദ്ക്കിറ എന്ന കിതാബിൻ്റെ പേര്, അറബിയിലുള്ള കിതാബാണ് ദൈലുത്തദ്ക്കിറ. ആ കിതാബിൽ പറയുന്നു, അബുഖറാത്ത് പറഞ്ഞു മൂത്രം നോക്കിയിട്ട് രോഗം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അബുഖറാത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട്, നാഡി നോക്കിയിട്ട് അതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ മൂത്രം നോക്കിയിട്ട് പരിശോധിച്ചാൽ രോഗം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ച് അദ്ദേഹത്തെ പരീക്ഷിച്ച് ആളെ ഭ്രാന്തനാക്കി. അങ്ങനെ അതിന് പണിയുണ്ടെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, ഒരു കാളൻ്റെ മൂത്രം കൊണ്ടുവന്നു. കാള എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പശു, അതായത് മൂരി, അതായത് കാളൻ്റെ മൂത്രം കൊണ്ടുവന്ന് ഒരു കുപ്പിയിലാക്കിയിട്ട് ഇയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഈ മൂത്രം ആരുടേതാണോ, ഈ മനുഷ്യൻ്റെ ഇയാളുടെ രോഗം എന്താണ് കാരണം, എന്താ രോഗം? ഉടനെ നോക്കിയിട്ട് അബുഖറാത്ത് പറഞ്ഞു, വൈക്കോലും പുല്ലും തിന്നുന്നത് വളരെ കുറവാണ്. ഇതാരുടെ മൂത്രമാണോ അതിൻ്റെ രോഗം വൈക്കോലും പുല്ലും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും വേണ്ടത്ര കഴിക്കുന്നില്ല, അതുകൊണ്ടുള്ള രോഗമാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അബുഖറാത്ത് ശാസ്ത്രജ്ഞനാണ്, മൂത്രലക്ഷണം നോക്കി മനസ്സിലാക്കാൻ കഴിയുമെന്ന്. ഇത് ദൈലുത്തദ്ക്കിറത്ത് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ്. പൊതുവിൽ ഏതൊരാളും ഇനി പഠിപ്പിത്ര മതി എന്ന് പറഞ്ഞ് നിർത്തുന്ന സ്വഭാവക്കാരല്ല. അത് ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, മനുഷ്യർ ബുദ്ധിയുണ്ടെങ്കിൽ അവർ വളരെയധികം ചിന്തിച്ചിട്ട് ഒന്ന് പഠിച്ചാൽ രണ്ടാമത്തെ പഠിക്കണം, രണ്ടാമത്തെ പഠിച്ചാൽ മൂന്നാമത്തെ പഠിക്കണം. ഇതെല്ലാം പഠിക്കാനുള്ള ജിജ്ഞാസ. അതല്ലേ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയ കാണാം, വി കുഡ് നോ ദ നേച്ചർ, പ്രോപ്പർട്ടി, ബിഹേവിയർ ആൻഡ് യൂസസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഗ്യാസസ് ത്രൂ ദ സയൻറ്റിഫിക് മെത്തേഡ്. വി കുഡ് നോ, നമുക്കറിയാം എന്ത്, ദ നേച്ചർ, പ്രോപ്പർട്ടി, ബിഹേവിയർ, അതുപോലെ പ്രകൃതിയുടെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടീൻ്റെ ഒക്കെ പെരുമാറ്റം നമുക്കറിയാം.
ആൻഡ് യൂസസ് ഓഫ് സോളിഡ്സ്, അതുപോലെ ഖരവസ്തുക്കളുടെ പ്രയോഗം നമുക്ക് അതിൻ്റെ ഉപയോഗം അറിയാം. ആൻഡ് ഗ്യാസസിൻ്റെ ഒക്കെ നമുക്കറിയാം ത്രൂ ദ സയൻറ്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയമായ മെത്തേഡിലൂടെ. ബട്ട് വി ഡോണ്ട് നോ, നമുക്കറിയില്ല വാട്ട് ഈസ് ഹ്യൂമൻ സോൾ, എന്താ ഈ മനുഷ്യൻ്റെ ആത്മാവ്. ആഫ്റ്റർ ഇറ്റ് ലീവ്സ് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപരിഞ്ഞതിൻ്റെ ശേഷം ഈ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? വാട്ട് ഷുഡ് ബി ദ നേച്ചർ ഓഫ് ഡിവിനിറ്റി, എന്താ ഈ ദൈവജ്ഞാനത്തിൻ്റെ പ്രകൃതി. ആൻഡ് സച്ച് അതർ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്, ഇങ്ങനെ ആളുകൾ പൊതുവിൽ ശ്രദ്ധിക്കാത്തതായ സംഗതികളൊക്കെ ഉണ്ടല്ലോ അത്. ബട്ട് റെസ്റ്റ്ലെസ്നെസ് ഓഫ് മാൻ വിൽ നോട്ട് അലോ ദ ക്വസ്റ്റ്യൻ ടു റിമൈൻ അൺആൻസേർഡ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് ഉത്തരം വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ഇരിക്കില്ല. അതിൻ്റെ ഉത്തരം കിട്ടുക തന്നെ ചെയ്യണം, അത് കാണുക തന്നെ ചെയ്യണം എന്നാണ് ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞത്. ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ കാണാം. ആൻഡ് ഹിസ്റ്റോറിക്കൽ പേജ് 34 സെൻറ്റസിസ് ഗ്രന്ഥം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ്. പക്ഷേ അറബി ഗ്രന്ഥങ്ങളിലും ആത്മാവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലാ യഫിനൽ ജഹീമു വൽ ജിനാനു വലാ അഹ്ലുഹുമാ അഹ്ലുൻ തിഖാലി യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന നഇമ ഇദാ റൗഹു വയാ ഖുസ്റാന അഹ്ലുൽ ഇഹ്തിസാലി വലാ യഫിനൽ ജഹീമു വൽ ജിനാനു, നരകം നശിച്ചുപോവില്ല, സ്വർഗം നശിച്ചുപോവില്ല. വലാ അഹ്ലുഹുമാ അഹ്ലുൻ തിഖാലി, ആ നരകത്തിലെയും സ്വർഗത്തിലെ ആൾക്ക് പിന്നെ ഒരു മാറ്റവുമില്ല, അവർ അവിടെ തന്നെ കാലാകാലം ഉണ്ടാവും. എന്നാൽ യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ, ഇതൊക്കെ ഇതിൻ്റെ രൂപങ്ങൾ അറിയാതെ തന്നെ, രൂപമില്ലാത്ത നിലയ്ക്ക് തന്നെ സത്യവിശ്വാസികളൊക്കെ അത് വിശ്വസിക്കും. വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി, അതിന് ഉദാഹരണം വേണം, തെളിവ് വേണം, തിയറി വേണം എന്നുള്ള യുക്തിക്ക് യോജിക്കണമെന്നില്ല, അവർ വിശ്വസിക്കൂ. അങ്ങനെ സ്വർഗത്തെ സത്യവിശ്വാസികളായ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എല്ലാം അങ്ങ് മറന്നു പോകും. കഴിഞ്ഞു പോയ കാലവും ദുന്യാവൊന്നൊന്നുമില്ല, ഇതങ്ങ് കിട്ടുമ്പോഴത്തേനും ഉഷാറാണ്. പടച്ചൻ നമ്മളെയൊക്കെ അങ്ങനെ സംഗതികളും യാഥാർത്ഥ്യവും വിജ്ഞാനവും പരിജ്ഞാനവും സർവം മനസ്സിലാക്കി നല്ല മനുഷ്യരായി രണ്ട് ലോകത്തും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെ തങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാത്ത കാര്യമില്ല. ബോട്ടണി പറഞ്ഞിട്ടുണ്ട്, സോളജി പറഞ്ഞിട്ടുണ്ട്, പലതരം വിജ്ഞാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല രോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പല സംഗതികളെ സംബന്ധിച്ചും ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നും ബാക്കിയാക്കിയിട്ടില്ല. ഈ മഹാനായ തങ്ങളവർകൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇതൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവസാന കാലഘട്ടമൊക്കെ അദ്ദേഹത്തിന് രോഗവും മറ്റുമായിട്ട് കിടന്നപ്പോൾ എവിടെയെങ്കിലും പോയി വളരെ വലിയ ചികിത്സ ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്ന് അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറഞ്ഞ അവസാനമൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അള്ളാഹുത്താല എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു എന്തെങ്കിലും ഒരു രോഗം തരുമ്പോഴത്തേന് ഞാൻ ടെൻഷൻ അടിക്കുകയാണോ വേണ്ട, അത്രയ്ക്ക് ചികിത്സമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വലിയ മഹാനായി. ഇപ്പോൾ നമ്മൾ ധാരാളം വായിക്കണം. മാതാ ഹസറുൽ ഇൻഹിത്താത്തിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ട് അബൂ ഹസൻ അലി നദ്വി ഒരു ഗ്രന്ഥമുണ്ട്. ലോകത്തിനുണ്ടായ നഷ്ടം, മുസ്ലിങ്ങളുടെ അധപ്പതനം കൊണ്ട് ലോകത്തിനുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയതാണ്. ഏതൊരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെയധികം പുരോഗതി പ്രാപിച്ചു അന്ന് ലോകം മുഴുവൻ പുരോഗതി പ്രാപിക്കും. ഏത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെയധികം അധപ്പതിച്ചു അന്ന് ലോകവും അധപ്പതിക്കും എന്നുള്ളതാണ് അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഇതിവൃത്തം. അതാണ് അതിൻ്റെ ചുരുക്ക സാരം, അതാണ് അതിൻ്റെ ടോപ്പിക്ക്, അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം പഠിക്കണം എന്നർത്ഥം. പഴയ കാലത്ത് അറബികളും മറ്റുമൊക്കെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ആർക്കൊക്കെ വിജ്ഞാനങ്ങളുണ്ട് ആ വിജ്ഞാനങ്ങൾക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് പ്രചരിപ്പിക്കുക എന്ന്. അതുകൊണ്ടാണല്ലോ ഇന്നും ചില ഇത് കാണുന്നില്ലേ, ഇതുപോലെ ഈ അക്കങ്ങൾ സാധാരണ ഇന്നും ഉപയോഗിക്കുന്ന അക്കം, കുട്ടികൾ പറയും ഇംഗ്ലീഷൊക്കെ അല്ലാതെ അറബിയൊക്കെ ഉപയോഗിക്കുന്നത്. അതല്ല ഇലക്ഷൻ്റെ ടൈമിലൊക്കെ ഉണ്ടല്ലോ ഈ അക്കങ്ങളൊക്കെ അറബിയിലായിരിക്കണം. അപ്പോൾ ചിലർക്ക് അറബി അതിന് നമ്മൾ പോയിട്ട് പിന്നെ അറബി അക്കം പഠിക്കുക വേണ്ടതല്ല, അതിൻ്റെ നിയമം എങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് അക്കം എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന അറബി അക്കാണ്. ഖുർആനിലും കിതാബിലുള്ള അത് അറബി അക്കമല്ല, അത് ഫാർസി.
പേർഷ്യനൊക്കെയാണ്. അങ്ങനെ ഒരുപാട് സംഗതി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരമാർത്ഥമാണ്. നമ്മൾ കൂടുതൽ നമ്മുടെ അന്യമായിട്ട് മനസ്സിലാക്കരുത്. എല്ലാ ഭാഷയും നമ്മുടേതാണ്, എല്ലാ ഭാഷയും നമ്മുടേതാണെന്ന് മനസ്സിലാക്കണം. ഒരു ഗ്രന്ഥത്തിലില്ലാത്തത് മറ്റൊരു ഗ്രന്ഥത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. സംസ്കൃതം വളരെ പരിശുദ്ധമായ ഭാഷയാണ്. എത്രയോ വൈദ്യശാസ്ത്രങ്ങൾ എഴുതിയ ഭാഷയാണ്. അത് മുമ്പ് പഴയ കാലത്ത് ഗ്രീക്കായിരുന്നില്ല. പിന്നെ ആൽഫ, അഗാമ, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ് ആൽഫ ബാത്ത എന്ന് പറഞ്ഞാൽ അൽഫ ബാത്ത അറിയില്ല എന്ന് ചിലവർ പറയും. എന്ന് പറഞ്ഞാൽ അറബിയിൽ അൽഫ ബാത്ത ABCD അറിയില്ല എന്ന്. അതേതാ പറയുന്നത്? അൽഫ ബാത്ത അഗോമ ഡെൽറ്റ എന്ന് പറയുന്ന ഗ്രീക്ക് അക്ഷരങ്ങളാണ് പറയുന്നത്. അറബിയിലും അൽഫ് ബാത്ത എന്ന് പറയുന്നു മാത്രം. മനസ്സിലായോ? അപ്പോൾ ആ വൈരിയത്തൊക്കെ പറുതേ एक बार फिर उठा दे पिछड़ों का फिर मिला दे നക്ഷേ ഹുയി മിഠാ ദേ. ആ അന്യത്വം അത് മറ്റവൻ്റെ ഭാഷ, ഇത് നമ്മളെ ഭാഷ, അത് അവരുടെ അറിവ്, ഇത് ഇവരുടെ അറിവ് എന്നില്ല. മനുഷ്യന്മാർ ധാരാളം കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്, ധാരാളം ഭാഷകൾ ലോകത്തുണ്ട്. അതിൽ കഴിയുന്നതും ഭാഷകൾ പഠിക്കണം, എന്നിട്ട് ഗ്രന്ഥങ്ങൾ അറിയണം. സർവം പഠിച്ച് നമ്മൾ ഏകോദര സഹോദരങ്ങളായി ജീവിക്കുകയും ലോകത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ധാരാളം സഹകരണങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്ന ലോകത്തിനെ വളരെയധികം ഉന്നതിയിലേക്ക് ഇനിയും എത്തിക്കുവാനും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. പാനൂർ തങ്ങൾ തഫ്സീറിനെ പറ്റി, വ്യാഖ്യാന ഗ്രന്ഥത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. ഇപ്പോൾ ഇത്രമാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.